So hello friends, welcome back to my channel and നമ്മുടെ ഇന്നത്തെ വീഡിയോ പാർട്ട് 2 ഇംഗ്ലീഷ് വീഡിയോ ആണ്. +2കാർക്ക് വേണ്ടിയുള്ള എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. ആൻഡ് ഇതിൽ പാർട്ട് 2 പോർഷൻ മാത്രമല്ല, നമ്മുടെ 16 ചാപ്റ്റേഴ്സിലെ ബാക്കിയുള്ള പാർട്ട് 1ൽ 8 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അത് കാണാത്തവർ ഫസ്റ്റ് ആദ്യം കാണുക, അതിനുശേഷം ഇതിനകത്തോട്ട് വരിക. ഇതിൽ നമ്മൾ പാർട്ട് 2ൽ റെസ്റ്റ്, അതായത് സ്റ്റാമർ എന്ന ചാപ്റ്റർ തൊട്ട് ലാസ്റ്റ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന ചാപ്റ്റർ വരെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ചാപ്റ്റേഴ്സ്. അപ്പോൾ ആദ്യം സ്റ്റാമർ എന്ന ചാപ്റ്ററിൽ എന്ന് പറയുകയാണെങ്കിൽ അതിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. സ്റ്റാമർ ഇസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഇസ് എ മോഡ് ഓഫ് സ്പീച്ച്. അതായത് ആ ഒരു പോയറ്റിക് ലൈൻസ്, നമ്മൾ പോയം ആയാലും അതുപോലെ തന്നെ സ്റ്റോറീസ് ആയാലും അതിൽ മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ രീതികൾ എന്ന് പറയുന്നത് ഒന്നുകിൽ പോയറ്റിക് ലൈൻസ് തന്നിട്ട് ഐഡൻറ്റിഫൈ ദ പോയം ആൻഡ് ദ പോയിറ്റ്, ഹൂ ഇസ് എ സ്പീക്കർ, അങ്ങനെയുള്ള ചോദ്യം ചോദിക്കും. അതുപോലെ സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറിയിൽ നിന്നൊരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു എക്സേർട്ട് തന്നിട്ട് എക്സ്ട്രാക്റ്റ് തന്നിട്ട് അതിന് റിലേറ്റഡ് ആയിട്ട് വൈ ഡസ് ദ സ്പീക്കർ മീൻ വൈ സേയിങ് ദാറ്റ് അല്ലെങ്കിൽ ദിസ്, അങ്ങനെയൊക്കെ ചോദ്യം വരും. അപ്പോൾ ഇവിടെ സ്റ്റാമർ എന്ന ആ ഒരു പോയിന്റിൽ നിന്നും വന്നിരിക്കുന്നത് ആ ഒരു ജസ്റ്റ് 2 ലൈൻ എടുത്തിട്ട് അതിൽ നിന്നും കൺവേ ചെയ്യുന്ന ഐഡിയ എന്താണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ സ്റ്റാമർ, അതായത് വിൽക്കുന്ന ആ ഒരു രീതിയെ കുറിച്ചാണല്ലോ ആ ഒരു പോയത്തിൽ പറയുന്നത്. കെ സച്ചിദാനന്ദൻ്റെ പോയമാണ് സ്റ്റാമർ. അപ്പോൾ അതിൽ പറയാണ് സ്റ്റാമർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വൈകല്യമല്ല, അതൊരു സംസാര രീതിയാണ്, ഒരു മോഡ് ഓഫ് സ്പീച്ച് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് പറയാം, ഐ ലൈക്ക് ദീസ് ലൈൻസ്, അത് വേണ്ട. അതിൻ്റെ പ്രശ്നം, അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ദേ ഗീവ് അസ് എ പോസിറ്റീവ് തോട്ട് അബൌട്ട് സ്റ്റാമർ. നമ്മൾ ഒരു കാര്യത്തിനെ അഭിമുഖീകരിക്കുന്ന അല്ലെ ആ കാര്യത്തോട് നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും നമ്മൾ അതിനെ കാണുന്ന രീതി. ഓക്കെ, നമ്മൾ വിൽക്കുന്ന ആ ഒരു ഒരു വിക്ക് ഉള്ള ഒരാളെ കാണുമ്പോൾ അയ്യോ കഷ്ടം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നമുക്ക് ഓക്കെ വി വിൽ സ്റ്റാർട്ട് ഹാവിങ് എ സിമ്പതി ടുവേർഡ്സ് ദാറ്റ് പേഴ്സൺ, അങ്ങനെയാണ്. പക്ഷേ അതേസമയം നമ്മൾ ആ ഒരു വിക്കലിനെ വേറൊരു അർത്ഥത്തിലാണ് കാണുന്നതെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് കുഞ്ഞു ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കറക്റ്റായിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള സമയം നമ്മളപ്പോൾ എന്ത് ചെയ്യും, 1 2 2 അത് കഴിഞ്ഞിട്ട് ലാഗായിട്ട് നെക്സ്റ്റ് പറയാൻ ശ്രമിക്കും. കാരണം ആ സമയത്തിനുള്ളിൽ നമ്മൾ പെട്ടെന്ന് ആ ഒരു ആലോചിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നമ്മളൊരു ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. അതുകൂട്ട് നമ്മൾ ഈ സ്റ്റാമറിനെ ആ ട്രിക്കായിട്ട് രീതി നോക്കിയാലോ, അതായത് ഒരാളോട് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, അപ്പോൾ അയാൾക്ക് ഉത്തരം പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾ വിക്കി പറയുകയാണെങ്കിൽ ആക്ച്വലി അയാൾക്ക് അത് ആലോചിക്കാനൊരു ടൈം കിട്ടുകയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു കാര്യത്തിന് നമ്മൾ ഏത് രീതി കാണുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും കാര്യങ്ങളും. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ചങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സംഭവം ഇതാണ്, വാട്ട് ഈസ് ദ ഐഡിയ കൺവൈഡ് ഇൻ ദ ഗീവൺ ലൈൻസ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാം ദേ ഗേവ് us എ പോസിറ്റീവ് തോട്ട് അബൌട്ട് സ്റ്റാമർ. വിക്ക് എന്ന ഒരു പ്രക്രിയയെ ഒരു പോസിറ്റീവ് രീതിയിൽ നോക്കിക്കാണാൻ നമ്മളെ സഹായിക്കുന്നു. വി നോർമലി തിങ്ക് ദാറ്റ് സ്റ്റാമർ ഈസ് എൻ അൺസ്റ്റഡിനെസ് ഇൻ സ്പീക്കിംഗ് ഓർ ഫോൾട്ടറിങ്. സംസാരിക്കുന്ന സമയത്ത് വിൽക്കുന്നത് പറയുന്നത് ആക്ച്വലി ഒരു ഹാൻഡിക്യാപ്പോ എന്തോ ഒരു അംഗവൈകല്യം കൂട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൾക്ക് ചെറിയ വിക്കുണ്ട് നമ്മൾ ആ ഒരു സിമ്പത്തിക് രീതിയിലാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ ഡിസബിലിറ്റി, അങ്ങനെയാണ്. ഓക്കെ, ബട്ട് ഹിയർ, പക്ഷേ ഇവിടെ നമ്മുടെ പോയറ്റ് സച്ചിദാനന്ദൻ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് സ്റ്റാമറിനെ? ദ പോയറ്റ് പ്രസൻറ്റ്സ് ഇറ്റ് ആസ് എ മോഡ് ഓഫ് സ്പീച്ച്, ഒരു സംസാര രീതി, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ഭാഷ പറയുന്ന കൂട്ട് തന്നെ, ഒരു സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്ന കൂട്ട് തന്നെ സ്റ്റാമർ എന്ന് പറയുന്ന ഒരു മോഡ് ഓഫ് സ്പീച്ച് ആണ്, അല്ലെങ്കിൽ അതൊരു സംസാര രീതി. ഇപ്പം നമ്മൾ ഓരോ സ്ഥലത്തുകാർക്ക് ഓരോ രീതി ഉണ്ടല്ലേ. നമ്മുടെ തൃശ്ശൂരുകാർ സംസാരിക്കുന്ന രീതിയിലല്ല കൊല്ലംകാരല്ലേ തിരുവനന്തപുരംകാർ സംസാരിക്കുന്നത്, ആലപ്പുഴക്കാർക്ക് വേറൊരു രീതിയാണ്. അപ്പോൾ ഓരോ മലപ്പുറംകാർക്ക് വേറെ രീതിയാണ് അല്ലേ. അപ്പം ഓരോ സ്ഥലക്കാർക്ക് ഓരോ പ്രത്യേക ആ ഒരു സ്ലാങ് ഉണ്ട്. അതുകൂട്ടുപോലെ ഒരു മോഡ് ഓഫ് സ്പീച്ച് ആണെന്ന് പോയിട്ട് പറഞ്ഞു വെക്കുകയാണ്. And he doesn't mention it as a handicap. Here we can see that different perspective of the poet. പോയറ്റിൻ്റെ ഒരു വേറിട്ട ചിന്താഗതി നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് വി ഓൾസോ മസ്റ്റ് തിങ്ക് ഡിഫറെൻ്റ്ലി. അതുപോലെ തന്നെ നമ്മളും ഓരോ കാര്യത്തിനെ, ഇപ്പോൾ പരമ്പരാഗതമായ ഒരു കാര്യത്തിനെ നോക്കി കാണുന്ന രീതിയിൽ തന്നെ കാണണമെന്ന് ആരും പറയുന്നില്ല. നമുക്ക് ഒരു വേറിട്ട ചിന്താഗതി എപ്പോഴും വേണം. ഓക്കെ,
പെർസ്പെക്റ്റീവ്സ് മേക്സ് എ ഡിഫറൻസ്. നമ്മുടെ കാഴ്ചപ്പാട്, പെർസ്പെക്റ്റീവ് മീൻസ് കാഴ്ചപ്പാടാണ്. ആണ് ആക്ച്വലി ഓരോ കാര്യത്തിനെയും വ്യത്യസ്തമാക്കുന്നത്. ഈച്ച് തിങ് ഹാസ് ഇറ്റ്സ് ഓൺ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്. ഓരോ കാര്യത്തിനും അതിൻ്റേതായ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. ആൻഡ് വി ought ടു ബി പോസിറ്റീവ് ഓൾവേസ്. നമ്മളെപ്പോഴും പോസിറ്റീവ് ആകാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തൊരു പോയറ്റിക് ലൈൻസ് ആണ്. ഈച്ച് ടൈം വി സ്റ്റാമർ വി ഓഫർ എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ് എന്ന ആ ഒരു പോയം ലൈനാണ്, പോയറ്റിക് ലൈൻസ് ആണ്. വൈ ഡസ് ദ പോയറ്റ് തിങ്ക് സോ? എന്തുകൊണ്ടാണ് പോയറ്റ് അങ്ങനെ വിചാരിച്ചത്? അതായത് നമ്മൾ ഓരോ പ്രാവശ്യം വിൽക്കുമ്പോഴും നമ്മൾ ആക്ച്വലി ആ ഒരു വേർഡിൻ്റെ മീനിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു പോയറ്റിക് ലൈനാണ് പറയുന്നത്. അതായത് വേർഡ് ഓഫ് മീനിങ്സ് ഗോഡിൻ്റെ, അതായത് ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്ന അതിൻ്റെ ദൈവത്തിന് നമ്മൾ ആക്ച്വലി ഒരു സാക്രിഫൈസ് നൽകുകയാണ്. കാരണം ഇടയ്ക്ക് കുറച്ച് വേർഡ് നമ്മൾ മെഴുകുകയാണല്ലോ സ്റ്റാമർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു സാക്രിഫൈസ് ചെയ്യുകയാണ് എന്ന രീതിയിലാണ് പോയറ്റ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അക്കോർഡിംഗ് ടു ദ പോയറ്റ്, എവറി ടൈം എ പേഴ്സൺ സ്റ്റാമേഴ്സ് ഹി ഓഫേഴ്സ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്. പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയവും ഒരു വ്യക്തി വിൽക്കുന്ന സമയത്ത് ആക്ച്വലി ആ വേർഡിൻ്റെ, പറയാൻ ഉദ്ദേശിക്കുന്നൊരു വേർഡായിരിക്കുമല്ലോ, ആ വേർഡിൻ്റെ അർത്ഥത്തിൻ്റെ ദൈവം എന്ന് പറയാണ്. അത് എന്ത് ലോജിക്കെന്തോന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. പക്ഷേ നമ്മൾ പോയിട്ട് പറയുന്ന രീതി ഇതാണ്, നമുക്ക് പ്രത്യേകിച്ച് മാറ്റാൻ പറ്റത്തില്ലല്ലോ. പോയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പം ആ ഒരു വേർഡിൻ്റെ മീനിങ്ങിൽ ഒരു സാക്രിഫൈസ് ചെയ്യുകയാണ് എന്ന രീതി ജസ്റ്റ് ഒരു കാര്യം പറയുകയാണ്. ഓക്കെ, എ പേഴ്സൺ സ്റ്റാമേഴ്സ് വെൻ ഹി സ്ട്രഗിൾസ് ടു ചൂസ് ദ റൈറ്റ് വേർഡ് ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ്. അത് ഒരാൾ എപ്പോഴാണ് വിൽക്കുന്നത്? നമ്മൾക്ക് വിൽക്കൊന്നും ഇല്ലേ പോലും നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ന് പറഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് ലാഗാവും അല്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മൾ ആക്ച്വലി എന്ത് വേർഡാണ് നെക്സ്റ്റ് പറയാൻ ഉപയോഗിക്കേണ്ടത് എന്നൊരു, അല്ലെങ്കിൽ ടു ചൂസ് ദ റൈറ്റ് വേർഡ്, നമ്മുടെ മനസ്സിലുള്ള ആശയം പ്രകടമാക്കാൻ വേണ്ടി നമ്മളൊരു വേർഡ് ചൂസ് ചെയ്യണം. ഞാനിപ്പോൾ തന്നെ അവിടെ ഒരു വിക്കാണ് ആക്ച്വലി അല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം നമ്മളൊരു വേർഡ് ആക്ച്വലി ചൂസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ മനസ്സിലുള്ള ആശയം പ്രകടമാക്കാൻ വേണ്ടിയുള്ള വേർഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ? അപ്പോഴാണ് ഒരു പേഴ്സൺ സ്റ്റാമർ ചെയ്യുന്നത്. ആൻഡ് ദിസ് സ്ട്രഗിൾ ഇസ് എൻവിസേജ്ഡ് ബൈ ദ പോയറ്റ് ആസ് എ സാക്രിഫൈസ് ഓഫർ ടു ദ ഗോഡ് ഓഫ് മീനിങ്. ആൻഡ് ഈ സ്ട്രഗിളിനെയാണ് സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ് എന്ന് പോയറ്റ് പറയുന്നത്. അടുത്തയും വീണ്ടും പോയറ്റിക് ലൈൻസ് തരുന്നു, അതിന് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാമർ ഇസ് എ സൈലൻസ് ആൻഡ് ലെയിംനെസ് ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ ഡീഡ് എന്നൊക്കെ പറഞ്ഞൊരു ഇതാണ്. അപ്പോൾ വാട്ട് ഈസ് കോമൺ ടു സ്റ്റാമർ ആൻഡ് ലെയിംനെസ്? സ്റ്റാമറിനും ലെയിംനെസ്സിനും കോമൺ ആയിട്ടുള്ള എന്താണ്? അപ്പോൾ ഈ ഒരു ചോദ്യത്തെ, ഇത് മാർച്ച് 2018 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തെ ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോയറ്റിക് ലൈൻസ്. സ്റ്റാമർ ഇസ് എ സൈലൻസ് ... ആൻഡ് ദ ഡീഡ്. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ചോദ്യം വന്നിരിക്കുന്നത് നോക്കേ, വാട്ട് ഈസ് കോമൺ ടു ദ സ്റ്റാമർ ആൻഡ് ലെയിംനെസ്. എന്നാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ ഒരു പോയറ്റിക് ലൈൻസിൽ ആ ലെയിംനെസ് എന്ന വേർഡ് തന്നിട്ടില്ല. അതായത് ആ കുട്ടിക്ക് പോയറ്റിക് ലൈൻസ് ഫുള്ള് കൊടുക്കാതെ തന്നെയും ആ പോയം അതുപോലെ തന്നെ ആ വരികളും അറിഞ്ഞിരിക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്ന ചോദ്യം ഇട്ടേക്കുന്ന ആൾ അല്ലേ? അപ്പോൾ നമ്മൾ പോയത്തിൻ്റെ ലൈൻസ് തന്ന സ്ഥിതിക്ക് നമുക്ക് പറയാൻ പറ്റും. അല്ല, ഇവിടെ ചില കുരുക്കുകൾ ഇങ്ങനെ കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, സ്റ്റാമറിനും ലെയിംനെസ്സിനും ഒരേപോലെ എന്താണ്? ലെയിംനെസ് മീൻസ് അൺസക്സസ്ഫുൾ ഇൻ ദ വേ എന്നാണ്. അപ്പം സ്റ്റാമറിനും ലെയിംനെസ്സിനും ഒരേപോലെ എന്താണ് കോമൺ? സൈലൻസ് ആണ് കോമൺ. The stammer is a silence that falls between the word and its meaning, and lameness is the silence that falls between the word and its deed എന്നാണ് ആ ഒരു പോയം ലൈൻ വരുന്നത്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയിഡ് ഇൻ ദ ലൈൻസ്. ആ ഒരു വരികളിൽ എംപ്ലോയ് ചെയ്യപ്പെട്ട ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ് എന്നാണ് ചോദ്യം. മെറ്റഫോർ ഉണ്ട്, അതുപോലെ തന്നെ സിമിലി ഉണ്ട്. മെറ്റഫോർ എന്ന് പറയുമ്പോൾ സ്റ്റാമറിനെ സൈലൻസിലോട്ടും ലെയിംനെസ്സിനെ സൈലൻസിലോട്ടും ആ ഒരു കണക്ട് ചെയ്തിരിക്കുന്നു. സിമിലി യൂസ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ആസ് ലെയിംനെസ് ഈസ് ദ സൈലൻസ്. ആ ആസ് എന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് സിമിലി എന്ന ഫിഗർ ഓഫ് സ്പീച്ച് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് ദ പോയറ്റ് തിങ്ക് ഓഫ് സ്റ്റാമർ. സ്റ്റാമറിനെ കുറിച്ച് പോയറ്റ് എന്താണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്? സ്റ്റാമർ ഒരു അംഗവൈകല്യമല്ല. ഇറ്റ്സ് നോട്ട് എ ഹാൻഡിക്യാപ്പ്. It's only a mode of speech and it's a silence that falls between the word and its meaning. Okay. അടുത്തത് വീണ്ടും സ്റ്റാമർ
ഇതൊരു ചോദ്യമാണ്. സ്റ്റാമർ സിംബിളൈസസ് ദ എബിലിറ്റി ടു പ്രൊട്ടസ്റ്റ്, റെസ്പോണ്ട് ആൻഡ് റിയാക്ട് ടു ദി ഇവിൽസ് ഓഫ് സൊസൈറ്റി. ഡു യു എഗ്രി? കമൻറ്റ്. ഒരു ചോദ്യമാണ്. അടുത്തതെന്ന് വെച്ചാൽ God too must have stammered when he created man. And that's why all the words of man carry different meanings, and that is why everything he utters from his prayers to his commands stammers like poetry. ഒരു അടുത്ത poetic lines തന്നിരിക്കുകയാണ്. Identify the poem and the poet. Poem Stammer ആണ്, poet K. സച്ചിദാനന്ദൻ ആണ്. And who does he in the fifth line refer to? Who is he? എവിടാണ് fifth line? 1, 2, 3, 4, 5. That is why everything he utters from his prayers to his commands stammers. He എന്ന് പറയുന്നത് ആക്ച്വലി മാനെയാണ്. ഓക്കെ, അല്ല മാൻ അല്ലേ? ആണ്, മാനാണ്. ആൻസർ മാനാണ്. അടുത്തത് ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇൻ ദ ലാസ്റ്റ് ലൈൻ. ലാസ്റ്റ് ലൈനിൽ യൂസ് ചെയ്തേക്കുന്ന പോയറ്റിക് ഡിവൈസ്, അതായത് ഫിഗർ ഓഫ് സ്പീച്ച്. ലാസ്റ്റ് ലൈനിൽ ഒരു ലൈക്ക് എന്ന വേർഡുണ്ട്. ഈ ആസ് എന്ന വേർഡോ ലൈക്ക് എന്ന വേർഡോ വന്നിട്ടുണ്ടെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് സിമിലിയാണ്. ഓക്കെ, SIMILE ആണ്. SMILE സ്മൈൽ എഴുതി വെക്കലും. ഓക്കെ, അടുത്ത ചോദ്യമാണ്. വേർഡ് അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഇസ് എ റീസൺ ഫോർ വേർഡ്സ് ക്യാരിങ് ഡിഫറെൻറ്റ് മീനിങ്. വേർഡ്സിന് പല പല ഡിഫറെൻറ്റ് മീനിങ് വരാൻ കാരണം എന്താണെന്നാണ് പോയറ്റ് പറയുന്നത്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്തും വിക്കി കാണും, അതുകൊണ്ടാണ് വേർഡ്സിന് ഡിഫറെൻറ്റ് മീനിങ് വന്നേന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്തുവാന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം സ്റ്റാമർ. സ്റ്റാമർ എന്ന പോയത്തിന് ഒരു അപ്രീസിയേഷൻ എഴുതുക. ദ പോയം സ്റ്റാമർ ഇസ് റിട്ടേൺ ബൈ K. സച്ചിദാനന്ദൻ. K. സച്ചിദാനന്ദൻ എന്ന പോയറ്റാണ് സ്റ്റാമർ എന്ന പോയം എഴുതിയിരിക്കുന്നത്. ആൻഡ് ഹീ ഈസ് ആൻ ഇന്ത്യൻ പോയറ്റ് റൈറ്റിംഗ് ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഒരു ഇന്ത്യൻ കവിയാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും അദ്ദേഹം കവിതകൾ രചിക്കാറുണ്ട്. ആൻഡ് ഹി ഹാഡ് സെർവ്ഡ് ആസ് എ ഫോമർ സെക്രട്ടറി ഓഫ് കേന്ദ്ര സാഹിത്യ അക്കാദമി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫോമർ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് പോയം പ്രസൻറ്റ്സ് എ പോയറ്റിക് റെൻഡീഷൻ ഓഫ് സ്റ്റാമർ. ഈ വിക്കൽ എന്ന ഒരു അവസ്ഥയെ കുറിച്ച് ഒരു പോയറ്റിക് കാവ്യാത്മകമായ ഒരു റെപ്രസെൻറ്റേഷനാണ് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. ആൻഡ് ഇറ്റ് മെൻഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് മേക്സ് എ ഡിഫറൻസ് ഇൻ ലൈഫ്. നമ്മൾ ഒരു പോയത്തിന് അപ്രീസിയേഷൻ എഴുതുമ്പോൾ ആ പോയത്തിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള പാർട്സും നമുക്ക് ആ പോയറ്റിൽ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, പോയത്തിൽ പോയറ്റ് യൂസ് ചെയ്തേക്കുന്ന വേർഡ്സ് എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ആ ചിന്താഗതി മാറ്റാൻ സഹായിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ രീതികളും എല്ലാ കാര്യങ്ങളും നമ്മൾ ടച്ച് ചെയ്ത് പറയണം. അതുകൊണ്ടാണ് ഇവിടെ ഈ സെൻറ്റൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് പോയം പ്രസൻറ്റ്സ് എ പോയറ്റിക് റെൻഡിഷൻ ഓഫ് സ്റ്റാമർ ആൻഡ് ഇറ്റ് മെൻഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെർസ്പെക്റ്റീവ്. സ്റ്റാമറിനെ നോക്കി കാണുന്ന പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് കാഴ്ചപ്പാടുകളാണ് ആക്ച്വലി ലൈഫ് ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്ന കാര്യവും പറയുന്നുണ്ട്. ഇൻ ദിസ് പോയം ദ പോയിറ്റ് സീസ് ദാറ്റ് സ്റ്റാമർ ഇസ് നോട്ട് എ ഹാൻഡിക്യാപ്പ് ആസ് ജനറലി ബിലീവ്ഡ്. സാധാരണ വിചാരിച്ചു വെച്ചിരിക്കുന്ന കൂട്ട് സ്റ്റാമർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹാൻഡിക്യാപ്പ് അല്ല. ഇറ്റ് ഈസ് ഓൺലി എ മോഡ് ഓഫ് സ്പീച്ച്. അതൊരു മോഡ് ഓഫ് സ്പീച്ച് മാത്രമാണ്. ഇറ്റ് ഈസ് എ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. Each time we stammer, we are offering a sacrifice to the God of meaning, and when all people stammer, it becomes their mother tongue. കുറേ ആളുകൾ എല്ലാ ആളുകളും ഒരുപോലെ വിൽക്കുകയാണെങ്കിൽ അതൊരു മദർ ടങ്കായി മാറും എന്ന് പറയുന്നു. God too must have stammered when he created man. ദൈവം മനുഷ്യനെ ക്രിയേറ്റ് ചെയ്ത സമയത്തും വിക്കി കാണും. അതുകൊണ്ടാണ് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഓരോ വേർഡ്സിനും ഓരോ മീനിങ്, അല്ലെങ്കിൽ ഓരോ വേർഡ്സിനും പല പല മീനിങ്സ് വരുന്നത്. ആൻഡ് സോ വി ക്യാൻ കൺസിഡർ സ്റ്റാമർ ആസ് എ സോർട്ട് ഓഫ് പോയട്രി. അതുകൊണ്ട് തന്നെ സ്റ്റാമറിനെ നമുക്കൊരു കാവ്യാത്മകമായൊരു ഭാഷ എന്ന് വേണമെങ്കിലും കരുതാം. Usually stammer is considered as a faltering or defect in speaking, and it is often considered a handicap. But here the poet considers it only as a mode of speech, and at last he compares it with the poetry. Here we can see a different perspective about stammer, and each and everything has its own positives and negatives. Some people always think about negative sides.
ദേ കാൺ സീ ദ പോസിറ്റീവ് സൈഡ്സ് ഓഫ് എനിത്തിങ്. ചില വ്യക്തികൾ എപ്പോഴും എല്ലാ കാര്യത്തിനെയും നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നടക്കുന്നവരാണ്. അവർ ഒരിക്കലും ഒരു കാര്യത്തിൻ്റെയും പോസിറ്റീവ് സൈഡ് കാണില്ല. അങ്ങനെയാണല്ലോ ചില വ്യക്തികൾ അങ്ങനെയാണ്. ബട്ട് സം അതേഴ്സ് ഓൾവേസ് തിങ്ക് പോസിറ്റീവ്. പക്ഷെ ചിലവരുണ്ടല്ലോ എപ്പോഴും ആ ഒരു പോസിറ്റീവ് ചിന്താഗതി, എപ്പോഴും ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും അവർ. ആൻഡ് ദേ ക്യാൻ ഈസിലി ഓവർകം ദ പ്രോബ്ലംസ് ഇൻ ലൈഫ്. അവർക്ക് അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ വിജയം കൈവരിക്കാനും കഴിയും. സോ വി ഷുഡ് ഓൾവേസ് ബി പോസിറ്റീവ്. നമ്മളെപ്പോഴും പോസിറ്റീവായി തന്നെ ഇരിക്കാം. And here the poet proves that perspectives makes difference. It is a 5 stanza poem. Its language is lucid, and so it's very easy to understand. The poet uses some comparisons also. Here the poet presents a different topic in an unusual way, and so it can be considered a very good poem. Appreciation, ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് ഇറ്റ് ഇസ് എ വെരി ഗുഡ് പോയം എന്ന സെൻറ്റൻസ് യൂസ് ചെയ്യാൻ മറക്കല്ല്. സ്റ്റാർട്ടിങ്ങിൽ ആ പോയത്തിൻ്റെ പേരും അതുപോലെ തന്നെ എഴുതിയ ആളുടെ പേരും പറയുവാൻ മറക്കില്ല. അടുത്ത ചാപ്റ്ററിലേക്കാണ്. വങ്കാരി മത്തായിയുടെ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന ചാപ്റ്ററാണ്. അതിൽ വരുവാണെങ്കിൽ ഒരു എൻക്വയറി ലെറ്റർ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ലെറ്ററിൻ്റെ ഫോർമാറ്റ് ആക്ച്വലി തെറ്റാണ്. നമ്മൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എഴുതുമ്പം ഫസ്റ്റ് ഫ്രം അഡ്രസ് വരും. ഈ ഫ്രം ഒന്നും എഴുതല്, ആക്ച്വലി അഡ്രസ്സ് എഴുതാവൂ. ഫ്രം ഡേറ്റ് എഴുതേണ്ടത് 18th February 2023 എന്ന് അങ്ങനെ എഴുതുക. ഫ്രം ഡേറ്റ് ടു, അതിനുശേഷം സബ്ജക്റ്റ് സല്യൂട്ടേഷൻ, എന്നിട്ട് താഴോട്ട് എഴുതി പോവുക. എല്ലാം ഈ സൈഡ് തന്നെ ചേർത്ത് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ശ്രമിക്കുകയല്ല, അതാണ് കറക്റ്റ് രീതി. ഓക്കെ, അത് കഴിഞ്ഞ് ലാസ്റ്റ് യുവർ ഫേസ്ഫുള്ളി, അതും ഈ സൈഡ് തന്നെ SD. ഓക്കെ, ഇവിടെ ചോദ്യം, മെമ്പേഴ്സ് ഓഫ് ടൂറിസം ക്ലബ് ഇൻ അവർ സ്കൂൾ ആർ പ്ലാനിങ് ടു മേക്ക് എ ട്രിപ്പ് ടു തെന്മല. തെന്മലയിലേക്ക് ഞങ്ങളുടെ സ്കൂളിലെ ടൂറിസം ക്ലബിലെ അംഗങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ റിഗാർഡ്സിൽ ഒരു വൺ ഓഫ് ദി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഇസ് ബീങ് സെൻറ്റ് ടു യുവർ ഓഫീസ് ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്ലേസ്. സ്ഥലത്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാം ഒന്ന് തിരക്കി അന്വേഷിച്ച് വരാൻ വേണ്ടി ഞങ്ങളുടെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിനെ അവിടേക്ക് വിട്ടിട്ടുണ്ട്. ആൻഡ് ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ if a travel info which gives the details of places of attraction, accommodation facilities available, reliable hotels etc. is sent through him so that we can make the necessary arrangement in advance. അത്രയും കാര്യങ്ങളാണ് ഒരു എൻക്വയറി ലെറ്റർ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഞങ്ങൾ ഈ വിട്ട് ആ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറിൻ്റെ കയ്യിൽ താങ്കൾ എല്ലാ വിധത്തിലുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും ഒന്ന് പാസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്യാമായിരുന്നു അല്ലേ, അങ്ങനെ പറയണം. അടുത്ത ഞാൻ പറഞ്ഞു സ്റ്റോറി ആണെങ്കിൽ അവിടെ നിന്നും ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന് റിലേറ്റഡ് ആയിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. സോ ഇവിടെ ത്രൂ ഔട്ട് ആഫ്രിക്ക വുമൺ ആർ ദ പ്രൈമറി കെയർ ടേക്കേഴ്സ് ഹോൾഡിംഗ് സിഗ്നിഫിക്കൻറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ടില്ലിംഗ് ദ ലാൻഡ്, feeding their family. As a result, they are often the first to become aware of environmental damage as resources become scarce and they are incapable of sustaining their family. Okay, ആ ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി വങ്കാരി മത്തായി എന്ന ഒരു എൻവയോൺമെൻ്റലിസ്റ്റ് നോബൽ പ്രൈസ് വിന്നറാണ്, നോബൽ റൈറ്റാണ്. അപ്പം അവരുടെ ആ ഒരു സ്പീച്ച് നോബൽ പ്രൈസ് വാങ്ങുന്ന ആ ഒരു ടൈമിൽ അവർ സ്റ്റേജിൽ സംസാരിക്കുന്ന ആ ഒരു സ്പീച്ചാണ് ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ റിലേറ്റഡ് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീച്ച് എഴുതാനായിട്ടുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ എന്ന രീതിയോ വുമൺ എംപവർമെൻ്റ് എന്ന രീതിയിലോ സ്പീച്ച് എഴുതാനുള്ള ചോദ്യം ചോദിക്കാം. സ്പീച്ച് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഓക്കെ, റെസ്പെക്റ്റഡ് സ്കൂളിലാണെങ്കിൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് ലാസ്റ്റ് ഒരു സ്പീച്ച് എൻഡ് ചെയ്യുന്നത് കൂട്ട് തന്നെ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഫോർ യുവർ ലിസണിങ് എന്നൊക്കെ പറഞ്ഞ് വേണം നമ്മൾ എൻഡ് ചെയ്യാൻ. ഓക്കെ,
സോ ഇവിടെ ഒരു പാരഗ്രാഫിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഹൂ ഈസ് എ സ്പീക്കർ ഹിയർ? ആരാണ് സ്പീക്കർ? വങ്കാരി മത്തായി. ഹൂ ആർ ദ പ്രൈമറി കെയർ ടേക്കേഴ്സ് ഓഫ് ആഫ്രിക്ക അക്കോർഡിംഗ് ടു ദ പാസേജ്? പാസേജിന് ബേസ് ചെയ്ത് പ്രൈമറി കെയർ ടേക്കേഴ്സ് ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്നത് ആരെയാണ്? അതിവിടെ പറയുന്നുണ്ട്. വുമൺ ആർ ദ പ്രൈമറി കെയർ ടേക്കേഴ്സ് എന്ന് ഇവിടെ സെൻറ്റൻസിൽ തന്നെ പറയുന്നുണ്ട്. അടുത്ത, വൈ ഡിഡ് ആഫ്രിക്കൻ വുമൺ ഫെയിൽ ടു മീറ്റ് ദ ബേസിക് നീഡ്സ്? എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ വുമൺസ് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത വിധം ആയിപ്പോയത്? ഇവിടെ ആ സെൻറ്റൻസ് പറയുന്നുണ്ട്. ദിസ് വാസ് ഡ്യൂ ടു ദ ഡീഗ്രഡേഷൻ ഓഫ് ദർ ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. ഓക്കെ. Which word in the passage indicates the meaning to describe how something happened or to recall something? അതാണ് recount എന്ന വേർഡ്. ഓക്കെ. സോ ഇത്രയാണ് ആൻസേഴ്സ്. ഓക്കെ, ആൻസേഴ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വങ്കാരി മത്തായി മൊബിലൈസ് സിറ്റിസൺസ് ടു ചാലഞ്ച് വൈഡ് സ്പ്രെഡ് അബ്യൂസ് ഓഫ് പവർ. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് സ്യൂട്ടബിളി ആസ് ദ ചിൽഡ്രൻ. സിറ്റിസൺസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ആക്ച്വലി ഒരു ആക്റ്റീവ് പാസീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ് തന്നിരിക്കുന്നത് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുക. വങ്കാരി മത്തായി മൊബിലൈസ് സിറ്റിസൺസ് ടു ചലഞ്ച് വൈഡ് സ്പ്രെഡ് അബ്യൂസ് ഓഫ് പവർ. ബട്ട് ദ സിറ്റിസൺസ് വേർ മൊബിലൈസ്ഡ് ബൈ വങ്കാരി മത്തായി ടു ചലഞ്ച് വൈഡ് സ്പ്രെഡ് അബ്യൂസ് ഓഫ് പവർ. ഓക്കെ, ഇതും പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാൻ. You are participating in a debate on the topic environmental conservation is more important than economic growth. Right to arguments. പ്രകൃതി സംരക്ഷണം ആണ് ആക്ച്വലി എക്കണോമിക് ഗ്രോത്തിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് എന്നൊരു ഡിബേറ്റിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഫേവർ ചെയ്ത് 2 ആർഗ്യുമെൻറ്റ് പറയാനാണ് പറയുന്നത്. ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, ഐ അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് ദി കൺസർവേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ജനറേറ്റ് ഫിനാൻഷ്യൽ റിട്ടേൺ. ഈ എൻവയോൺമെൻറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിട്ടേൺസിനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നു. അടുത്തത്, ഡെവലപ്മെൻറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് വിത്തൗട്ട് എ പ്രോപ്പർ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. നമുക്ക് പുരോഗമനം ഒരിക്കലും കാര്യക്ഷമമായി നടത്താൻ പറ്റില്ല. എപ്പോഴാണ്? ഒരു പ്രോപ്പറായിട്ടുള്ള എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ഇല്ല എങ്കിൽ ഡെവലപ്മെൻറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. അടുത്തത്, റീറൈറ്റ് ദ ഫോളോയിങ് ആസ് ഡയറക്റ്റഡ്. സോ റിപ്പോർട്ടഡ് സ്പീച്ചും ഗ്രാമർ സെഷനിൽ നിന്ന് വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കും. ആക്റ്റീവ് പാസീവ് റിപ്പോർട്ടഡ് സ്പീച്ച് അതൊക്കെയാണ് മെയിനായിട്ട് ഗ്രാമറായിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ റൈറ്റിംഗ് പ്രാക്ടീസിന് വരുമ്പം ഇൻ്റർവ്യൂ, മേക്ക് ക്വസ്റ്റ്യൻസ്, അതുപോലെ വേറെ വരുവാണെങ്കിൽ ഗീവ് അഡ്വൈസ്, ഗീവ് സജഷൻ, ഇപ്പോൾ ഫേവറിങ് ആർഗ്യുമെൻറ്റ് അങ്ങനെ വരും. നെക്സ്റ്റ് പറയുവാണെങ്കിൽ എന്താണ്, ലെറ്റർ ചോദിക്കും. ആപ്ലിക്കേഷൻ ലെറ്റർ, എൻക്വയറി ലെറ്റർ. ആപ്ലിക്കേഷൻ ലെറ്ററാണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതായത് നമ്മൾ റെസ്യൂമും ബയോഡേറ്റയും സഹിതം എല്ലാം കൊടുക്കേണ്ട ലെറ്റേഴ്സ്. ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ചാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ച് വരുമ്പം എന്താണ്, വി സ്റ്റാർട്ടഡ് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഇൻ 1977. ബിഗിൻ ദ സെൻറ്റൻസ് വിത്ത് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് was started in 1977 by us എന്നും പറയാം. ദി ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് was started by us in 1977 എന്നും എഴുതാം. രണ്ടും ശരിയാണ്. 2 major incidents of forest fire were reported by the firemen. The firemen reported 2 major incidents of forest fire. ഇനി ഒരു സെൻറ്റൻസ് തന്നിരിക്കുകയാണ്, കുറേ തെറ്റുകൊണ്ട് തിരുത്തണം. ടുഡേ ഓവർ 50 years later ദ സ്ട്രീം എന്നൊരു സിംഗുലർ വേർഡിനെ ഹാവ് യൂസ് ചെയ്യത്തില്ല, അത് ഹാസ് ആണ്. ഡ്രൈഡ് അപ്പ്. വിമൻ എന്ന പ്ലൂറൽ വേർഡിന് വോക്സ് എന്ന സിംഗുലർ അല്ല ഉപയോഗിക്കുന്നത്, ആക്ച്വലി പ്ലൂറൽ വേർഡാണ് യൂസ് ചെയ്യുന്നത്. വാക്ക്, WALK. വെർബിൻ്റെ സിംഗുലർ ഫോം എന്ന് പറയുന്നത് അല്ലെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് എസ് ഇല്ലാത്തതാണ്. അടുത്ത, ലോങ് ഡിസ്റ്റൻസ്. ടു വാട്ടർ അല്ല ആക്ച്വലി അത് ഫോർ വാട്ടർ ആണ്. which is not always clean and children will never know what they has lost അല്ല, children plural ആണ്, so have lost ആണ്. ഓക്കെ. Women are often first to become aware of environmental damage. Do you agree with her opinion?
സ്ത്രീകളാണ് എല്ലാ പ്രാവശ്യവും എൻവയോൺമെൻറ്റൽ ഡാമേജിന് എന്തെങ്കിലും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിന് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ ആദ്യം അറിയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം വുമണാണ് ആക്ച്വലി കൂടുതലും ഈ എന്താണ് എൻവയോൺമെൻറ്റുമായിട്ട് കൂടുതൽ അടുത്തറിയുന്ന വ്യക്തികൾ. സോ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അടുത്ത ഒരു സ്പീച്ചാണ് ആക്ച്വലി പാനലിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീച്ചാണ്. After reading this chapter, when a sapling is planted, your school decides to conduct a panel discussion on the topic, the role of women in environmental conservation. 3 eminent personalities ആണ് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ പാനലിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതായത് അധ്യക്ഷ പ്രസംഗം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അധ്യക്ഷ പ്രസംഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതും എന്താണ്? സ്പീച്ചാണ്, പ്രസംഗമാണ്. സോ നമ്മൾ ആസ് യൂഷ്വൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ, respected teachers, honorable panelists and my dear schoolmates. നമ്മൾ പറയുന്നു, ആസ് വി all gathered here to discuss on the role we talk with the women folk towards conservation of environment. നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഇന്നിവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. അതുകൂട്ട് തന്നെ പറയാണ്. അടുത്ത, ഐ സ്റ്റാൻഡ് ഹിയർ ടു വെൽക്കം അവർ ബിലോഡ് സ്പീക്കേഴ്സ്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്, അല്ലെ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത്, അങ്ങനെയല്ലേ തുടങ്ങുന്നത് അല്ലേ? ആ രീതി തന്നെയാണ് പറയുന്നത്. ഇവിടെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ബിലോഡ് സ്പീക്കറായ മിസ്സസ് സതീദേവി ആണ്. ദ മെമ്പർ ഓഫ് കേരള വുമൻസ് അസോസിയേഷൻ. കേരള വുമൻസ് അസോസിയേഷൻ്റെ മെമ്പറായ മിസ് സതീദേവിനെ ആദ്യം തന്നെ വെൽക്കം ചെയ്യുന്നു. അടുത്തത് മിസ് ആനന്ദവല്ലി, ദ ലോക്കൽ MLA ഫ്രം അവർ കോൺസ്റ്റിറ്റ്യുവൻസി. അടുത്ത MLAനെ വെൽക്കം ചെയ്തു. ഇത് സ്ത്രീകളുടെ ആ ഒരു പ്രാതിനിധ്യത്തിനെ കുറിച്ച് പറയാനായതുകൊണ്ട് തന്നെ കൂടുതലും ഇവിടെ വുമൻസ് ആണ് പാനലിസ്റ്റായിട്ട് വരുന്നത്. അടുത്തത് അവർ റെസ്പെക്റ്റ്ഫുൾ ഹെഡ് മിസ്ട്രസ് മിസ്സസ് പുഷ്പകല ആൻഡ് ഓണറബിൾ സതീദേവി മാം. ഐ നോ, ഇത്രയും പറഞ്ഞു. എല്ലാവർക്കും ജസ്റ്റ് ഒരു കൊച്ച് എല്ലാവരെയും പെട്ടെന്ന് പേരൊന്ന് പറഞ്ഞു പോയി. ഇനി ഓരോരുത്തരെയും പ്രത്യേകം പറയുകയാണ്. ഹോണറബിൾ സതീദേവി മാം, ഐ നോ ഹൗ ബിസി ആൻഡ് ടൈറ്റ് ഷെഡ്യൂൾഡ് യു ആർ. നമ്മൾ സാധാരണ സ്പീച്ചിലെല്ലാം കേൾക്കാറുള്ളത് അല്ലേ, എത്ര തിരക്കുള്ള വ്യക്തിയാണ് നമുക്ക് വേണ്ടി ഇന്നിവിടെ തൻ്റെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയത്തില്ലേ. അതേ സെയിം സെൻറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ നോ ഹൗ ബിസി ആൻഡ് ടൈറ്റ് ഷെഡ്യൂൾഡ് യു ആർ. ബീങ് എ മെമ്പർ ഓഫ് KWA, കേരള വുമൺ അസോസിയേഷൻ, we are all waiting with a bated breath to listen to your great words in this regard. നമ്മൾ പറയുമ്പോൾ ഒരാളെക്കുറിച്ച് വെൽക്കം ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും അവരെക്കുറിച്ച് മാക്സിമം പൊക്കി പറയും അല്ലേ. അതേ സെയിം പൊക്കലാണ് ഇവിടെ നടക്കുന്നത്. അടുത്തത്, നൗ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം അവർ മോസ്റ്റ് ഓണേർഡ് MLA ഫ്രം അവർ കോൺസ്റ്റിറ്റ്യുവൻസി, മിസ്സസ് ആനന്ദവല്ലി. ഷീ ഈസ് എൻ അമേസിംഗ് സ്പീക്കർ, മോട്ടിവേറ്റർ ആൻഡ് മച്ച് മോർ, ആൻഡ് ഷീ പോസസ് ആൻ അഗ്രികൾച്ചർ ഡിഗ്രിയും ഉണ്ട്. ആളുടെ ഏറ്റവും പ്ലസ് പോയിൻറ്റ്സ് ആണ് നമ്മൾ പറയുമ്പോൾ എടുത്ത് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ചടങ്ങിൽ വരാൻ എന്ത് യോഗ്യതയാണുള്ള രീതിയിൽ നമ്മൾ തെളിയിച്ചുകൊണ്ടാണ് പറയുന്നത്. പറയാണ്, അഗ്രികൾച്ചറൽ ഡിഗ്രി ഉള്ള വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA. അവർ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് എന്ന രീതിയിലെല്ലാം നമ്മൾ അവരെക്കുറിച്ച് പറയുകയാണ്. അടുത്ത എന്താണ്, നെക്സ്റ്റ് പറയാണ് നമ്മുടെ I am pretty sure that she will be able to enrich us to great extent. എല്ലാ കാര്യങ്ങളും പറയുന്നു. അടുത്ത, although our beloved head mistress, പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷനും വേണ്ട, നമ്മുടെ ഹെഡ് മിസ്ട്രസ്, സ്റ്റിൽ ഐ കൺസിഡർ ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി ടു മെൻഷൻ എ വേർഡ് ഓഫ് താങ്ക്സ് ആൻഡ് വെൽക്കം ഫോർ ഹർ. ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ഹർ keen interest in nature that our school environment has now got the look of a park garden. Madam, just as Mahatma Ji said, my life is my message. നമ്മുടെ ബാബുജി പറഞ്ഞ കൂട്ട്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ബാബുജി പറഞ്ഞ കൂട്ട് മാഡത്തിൻ്റെ ലൈഫും ആക്ച്വലി അങ്ങനെ തന്നെയാണ്. കാരണം ഇറ്റ് ഈസ് കമ്മിറ്റഡ് ടു ദ നേച്ചർ ആൻഡ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെസ്സേജ് ടു ഓൾ ഓഫ് us. And it is from our actions that we learn it is from your actions that we learn on the need on planting trees and turning our homes into a garden. ഇത്രയും കാര്യങ്ങൾ പറയുന്നു. ആൻഡ് ഫൈനലി, മേ ഐ വെൽക്കം ഓൾ മൈ ബിലൗഡ് ഫ്രണ്ട്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്. നമ്മൾ പറയില്ല, അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയുന്ന കൂട്ട് വെൽക്കം ചെയ്യുന്നു. ആൻഡ് ലെറ്റ് us all have a wonderful time with this powerful workshop. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ് പറഞ്ഞാലും either you can use thank you. Okay.
സോ അങ്ങനെ ഒരു പാനൽ ഇൻട്രൊഡക്ഷൻ, ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച രീതിയാണ് പാനലിസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ചോദ്യം വരും. നോക്കി വെച്ചോണം, ഇങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചുമ്മാ ഒരു 3 പേരൊക്കെ കൊടുത്ത് 3 പൊസിഷനും കൊടുത്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതെല്ലാം അവർ പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആളുടെ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അടുത്തത് റൈസ് എന്ന ചാപ്റ്ററാണ്. ചെമ്മനം ചാക്കോ എന്ന പോയറ്റ് എഴുതിയതാണ്. അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷനാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. Chemanan Chako is a master satirist who has fought many battles with the system through his writing. അതായത് ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആയാലും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനുമെതിരെ തൻ്റെ എഴുത്തിലൂടെ പ്രതികരിച്ച ഒരു വ്യക്തിയാണ് ചെമ്മനം ചാക്കോ. ആൻഡ് ദ പോയം റൈസ് ഈസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റി. ഈ പോയം റൈസ് എന്ന ഈ ഒരു പോയം ആക്ച്വലി ഒരു കോൺട്രാസ്റ്റാണ്, ഒരു വൈരുദ്ധ്യമാണ്. അതായത് പ്രതീക്ഷകളും യാഥാർത്ഥ്യവും തമ്മിലുള്ളൊരു വൈരുദ്ധ്യമാണ്. ദ പോയം ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 സെക്ഷൻസ്. പോയം 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും എക്സ്പെക്റ്റേഷൻ, പോയറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് സെക്ഷൻസിൽ കാണാം. സെക്കൻഡ് സെക്ഷനിൽ പോയറ്റ് ആ നോർത്ത് ഇന്ത്യയിൽ ഡോക്ടറൽ ഡിഗ്രിക്ക് വേണ്ടി പോയിട്ട് നാട്ടിൽ വരുന്ന ആ ഒരു പോയറ്റ്, നാട്ടിൽ വന്ന് കാണുന്ന ആ ഒരു അവസ്ഥ എന്താണെന്ന് കാണിക്കുന്ന ഒരു സെക്കൻഡ് സെഷനാണ്. ആൻഡ് ദ പോയറ്റ് എക്സ്പെക്ട്സ് ദാറ്റ് വെൻ ഹി റീച്ചസ് ഹോം ആഫ്റ്റർ ഹിസ് ഹയർ സ്റ്റഡീസിന് ശേഷം വീട്ടിൽ എത്തിച്ചേർന്ന സമയത്ത് he would be able to see the paddy fields and the cultivation of rice as in the past. അപ്പോൾ he would be able to, അല്ലെ he would expect, തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് അദ്ദേഹം വിചാരിച്ചു, അതായത് എത്തുന്ന സമയത്ത് വിചാരിച്ചു വീട്ടിലെത്തുമ്പം ആ പഴയ കൃഷിത്തോട്ടവും വയലും നെൽപ്പാടങ്ങളും എല്ലാം കാണാം എന്ന പ്രതീക്ഷയോടെ എത്തുന്ന അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത് കുറേയധികം റബ്ബറും കാര്യങ്ങളും ഒക്കെയാണ്. And the poet wants to reach his home quickly because he wants to eat the well cooked rice prepared by the mother. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആൾ വിചാരിക്കും, ഈ ട്രെയിൻ ഒന്ന് സ്പീഡിൽ പോയിരുന്നെങ്കിൽ എനിക്ക് വേഗം വീട്ടിൽ ചെന്ന് അമ്മ ചൂടോടെ ഉണ്ടാക്കി തരുന്ന അത്തിക്കര റൈസ് പെട്ടെന്ന് ചോറ് അകത്താക്കാമായിരുന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എവറിത്തിങ് ഫ്ലോപ്സ്. ബട്ട് ദ റിയാലിറ്റി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഹിസ് എക്സ്പെക്റ്റേഷൻ. ആളുടെ എക്സ്പെക്റ്റേഷനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു റിയാലിറ്റി. ഇൻസ്റ്റെഡ് ഓഫ് പാഡി ഫീൽഡ്സ് ഹി കുഡ് സീ റബ്ബർ പ്ലാന്റ്സ് ആൻഡ് അരഗ്നട്ട് പാംസ്. നെൽകൃഷി നടത്തേണ്ട പാടത്ത് ആൾക്ക് പകരം കാണാൻ കഴിഞ്ഞത് റബ്ബർ ട്രീസും അതുപോലെ തന്നെ അരഗ്നട്ട് പാം ട്രീസുമാണ്. ആൻഡ് നൗ ഹിസ് ഫാദർ ഹാസ് ഡിസൈഡഡ് ടു സ്റ്റോപ്പ് പാഡി കൾട്ടിവേഷൻ. അച്ഛൻ പാഡി കൾട്ടിവേഷൻ നിർത്തിവെച്ചു. ഹി ഫിക്സസ് അപ്പ് സം മെഷീൻസ് ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്. പകരം എന്ത് ചെയ്തു? റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി കുറച്ച് മെഷീൻസ് അച്ഛൻ ഫിക്സപ്പ് ചെയ്തു. ഹി തിങ്സ് ദാറ്റ് ദ റൈസ് മേക്കിംഗ് ഓർ റൈസ് ഫാമിംഗ് ഇസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്. റൈസ് ഫാമിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഇൻകൺവീനിയൻ്റ് ആണ് എന്ന് അച്ഛൻ വിചാരിച്ചു. റബ്ബർ പ്ലാന്റിംഗ് ഇസ് ബെറ്റർ ഫോർ മേക്കിംഗ് മോർ പ്രോഫിറ്റ്. അതുപോലെ റബ്ബർ പ്ലാന്റിംഗ് ആണ് കൂടുതൽ ലാഭം കിട്ടണമെങ്കിൽ റബ്ബർ പ്ലാന്റിംഗ് ചെയ്യണം. അത്തിക്കര റൈസ് ഒക്കെ ചെയ്യുന്നതിന് പകരം ബ്രദറിൻ്റെ കയ്യിൽ അത്തിക്കര റൈസ് കാണുന്നതിന് പകരം വീറ്റാണ് കാണുന്നത്. ഓൾറെഡി നോർത്ത് ഇന്ത്യയിലെ വീറ്റ് കഴിച്ച് മടുത്തിട്ടാണ് നമ്മുടെ പോയിട്ട് നാട്ടിലോട്ട് വരുന്നത്. അവിടെയും വീറ്റ്. ദ ഫാമേഴ്സ് ഹാവ് ഷിഫ്റ്റഡ് ഫ്രം ഫുഡ് ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്സ്. കർഷകരെല്ലാം ഫുഡ് ക്രോപ്സിൽ നിന്നും ക്യാഷ് ക്രോപ്സിലേക്ക് മാറിയിരിക്കുന്നു. ദ പോയറ്റ് ഈസ് സർക്കാസ്റ്റിക് ആൻഡ് ക്രിറ്റിസൈസ് ദ ഇറസ്പോൺസിബിൾ സ്റ്റാൻഡ് ഓഫ് പൊളിറ്റീഷ്യൻസ്. പോയറ്റ് വളരെ വിരോധാഭാസത്തിലൂടെയും ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഈ ഒരു ഇറസ്പോൺസിബിൾ സ്റ്റാൻഡിനെ. ആൻഡ് ഹി സേസ് ദാറ്റ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ലൈക്ക് ആൻ ആരോ ടു ദ സെൻറ്റർ. മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടി? കൂടുതൽ ധാന്യങ്ങൾ തരാൻ വേണ്ടി. അപ്പോൾ പോയറ്റ് ഡൗട്ടാക്കിയിട്ട് പറയുകയാണ്, കാരണം പോയറ്റിൻ്റെ ആ ഒരു റിസർച്ച് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഹസ്ക്, അതായത് എന്താണ്
നെല്ലിൻ്റെയൊക്കെ ആ തോടുണ്ടല്ലോ, ആ തോടിൽ നിന്നും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ടോയ്സ് ഉണ്ടാക്കാം എന്നതായിരുന്നു റിസർച്ച്. അപ്പോൾ പോയിട്ട് പറയുകയാണ്, എന്തായാലും കുറച്ച് ഗ്രെയിൻസ് വാങ്ങാൻ പോവല്ലേ, കുറച്ച് കച്ചി അല്ലെങ്കിൽ ഹസ്കും കൂടെ മേടിച്ചുകൊണ്ട് വാ, ടോയ്സ് എങ്കിലും ഉണ്ടാക്കാം എന്ന രീതി കളിയാക്കിക്കൊണ്ട് പറയുന്നു. അടുത്ത ചോദ്യമാണ്, ആഫ്റ്റർ റീഡിംഗ് ദ പോയം റൈസ് യു റിയലൈസ് ദാറ്റ് ദർ ഈസ് എ ഡ്രാസ്റ്റിക് ഫോൾ ഇൻ അഗ്രികൾച്ചർ ക്രോപ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. അപ്പോൾ റൈസ് എന്ന പോയം വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായി, അതായത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലും ഈ അഗ്രികൾച്ചറൽ ക്രോപ്പ് കൾട്ടിവേഷനിൽ കുറച്ച് ഷിഫ്റ്റിങ്ങും അതുപോലെ തന്നെ മാറ്റവും വന്നിട്ടുണ്ട്. ആൻഡ് ഡ്രാഫ്റ്റ് 2 സജഷൻസ്, വില്ലേജ് പീപ്പിൾസിനെ ബെനിഫിറ്റ് ചെയ്യും എന്ന രീതിയിൽ 2 സജഷൻസ് പറയുക. ഫസ്റ്റ് വൺ, ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ഗ്രൂപ്പ് ഫാമിംഗ്. കൂട്ടായ ഒരു കൃഷി ചെയ്യുന്ന രീതി എന്ന പ്രവണത സജസ്റ്റ് ചെയ്യും, അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യും. 2, ഫാമേഴ്സ് നീഡ് മോർ ഫിനാൻഷ്യൽ ഹെൽപ്പ് ഫ്രം ദ ഗവൺമെൻറ്. രണ്ടാമത്തെ കാര്യം, ഫാമേഴ്സിന് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെ ഹെൽപ്പ് കിട്ടാനുള്ള കാര്യങ്ങൾ അത്. ഓക്കെ, അടുത്തത് പോയറ്റിക് ലൈൻസ് കൊടുത്തിരിക്കുകയാണ്. എലാബറേറ്റ് ദ ഐഡിയ ആണ്. റബ്ബർ പ്ലാന്റ്സ് ട്വൈസ് മൈ ഹൈറ്റ് നൗ സ്റ്റാൻഡ് ഇൻ റോസ് അറൗണ്ട് മീ ഓൺ ദ റിഡ്ജ് where modern and Vellaran used to be sown and confuse my paths as I walk home. So poetic lines ഇതാണ്. എൻ്റെ ഹൈറ്റിനേക്കാൾ 2 മടങ്ങ് റബ്ബർ പ്ലാന്റ്സ് വളർന്ന് നിൽപ്പുണ്ട്. മോദനും വെള്ളാരനും ഒക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പം റബ്ബർ പ്ലാന്റ്സ് ആണ് നിൽക്കുന്നത്. എനിക്കിപ്പോൾ വഴി കണ്ടിട്ട് തിരിച്ചറിയാൻ പോലും വയ്യ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പോൾ പറയുന്നത്, the poet is saddened to see that the food crops like paddy are replaced by cash crops such as tall rubber trees that are double the height of the writer, and these rubber trees have stolen the place of those vast rice fields where a variety of rice such as Modan and Vellaran were grown, and this unfamiliar sight has confused the poet when he revisits his village after a long interval. And the entirely different unfamiliar landscape confuses the poet as he attempts to retrace his path to his house. അത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ സെയിം മീനിങ് ആണ്. അടുത്ത നമ്മുടെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന ചാപ്റ്ററിലേക്ക് വരികയാണ്. ഇടയ്ക്കുള്ള ചാപ്റ്റേഴ്സ് ഞാൻ സ്കിപ്പ് ചെയ്തതല്ല, അത് പറയും. ഓക്കെ, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന ചാപ്റ്റർ എന്താണ്? ഒരു കുട്ടിയും ടീച്ചറും തമ്മിലുള്ളതാണ്. കുട്ടി ഭയങ്കര ഒരു വികൃതിയായ ഒരു ചെറുക്കനായിരുന്നു. എത്ര പറഞ്ഞു കൊടുത്താലും സെയിം തെറ്റ് മനഃപൂർവ്വം അവൻ റിപ്പീറ്റ് ചെയ്തപ്പം ടീച്ചറിന് പെട്ടെന്ന് വന്ന ദേഷ്യത്തിന് കൈയെടുത്ത് അവൻ്റെ കവിളിൽ അടിക്കുകയാണ് ഉണ്ടായത്. എത്ര ദേഷ്യം വന്നെന്ന് പറഞ്ഞാലും ഒരു എ ടീച്ചർ ഈസ് നോട്ട് സപ്പോസ് ടു ഡു സച്ച് എ തിങ്, എസ്പെഷ്യലി ടു എ ലിറ്റിൽ കിഡ്. അവനൊരു ചെറിയ കുട്ടിയാണ്. അവൻ അങ്ങനെ, ചെറിയ കുട്ടിയായാലും വലിയ കുട്ടിയായാലും ടീച്ചർ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ചെയ്തത് തെറ്റാണ്. ആ ചെയ്ത ക്രൈമിന് ഉള്ള പണിഷ്മെൻ്റാണ് ടീച്ചറിന് കിട്ടുന്നത്. അതുപോലെ തന്നെ കുട്ടി ചെയ്ത ക്രൈം എന്നത് എന്താണ്? ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വം അവൻ തെറ്റ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുള്ള പണിഷ്മെൻ്റാണ് ആ അടി. സോ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്, ആ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് വളരെ ആപ്റ്റായിട്ടുള്ള ടൈറ്റിലുമാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പണിഷ്മെൻറ്റ് വിച്ച് ഇസ് ഗിവൺ ടു ദ ടീച്ചർ ബൈ ഹിസ് സ്റ്റുഡൻറ്റ്. വാട്ട് ഈസ് ദ ഹ്യൂമർ ആൻഡ് സർക്കാസം ഇൻ ദ സ്റ്റോറി? കഥയിൽ തമാശയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ ഇതാണ്. ദ പണിഷ്മെൻറ്റ് വിച്ച് ഇസ് ഗിവൺ ടു ദ ടീച്ചർ. ടീച്ചറിന് കുട്ടിയുടെ അടുത്തുനിന്ന് കിട്ടിയ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്, കുട്ടി പറയുന്ന താളത്തിനൊത്ത് തുള്ളണം എന്ന് പറയില്ലേ. ജസ്റ്റ് ഡാൻസിങ് ടു ദ ബോയ്സ് ട്യൂൺ ടു അവോയ്ഡ് ദ പാരൻസ് റാത്ത്. പാരൻസിൻ്റെ അടുത്തുനിന്ന് വഴക്ക് കിട്ടാതിരിക്കുക, അല്ലെ പാരൻസിനോട് പറയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ബ്ലാക്ക് മെയിലിംഗ് കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് ഹ്യൂമറസ്ലി ആയിട്ട് ഭയങ്കര ഒരു കോമഡി രീതിയിലാണ് റൈറ്റർ അത് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. ആൻഡ് പാരൻസ് ആക്ച്വലി ചൈൽഡ് സൈക്കോളജിയിൽ നല്ല അവെയർ ആയതുകൊണ്ട് തന്നെ കുട്ടീനെ ഓവർ പാമ്പർ ചെയ്ത് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ കാര്യം അല്ലെങ്കിൽ ഓവർ പാമ്പറിങ്ങിലുള്ള പ്രശ്നവും കൂടാണ് ഈ സ്റ്റോറിയിൽ നറേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത, ജസ്റ്റിഫൈ ദ ആപ്റ്റ്നെസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ആ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എത്രത്തോളം ഉചിതമാണ്? ഇത് കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ചതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ഒരു ഇത് തന്നെയാണ്
The title Crime and Punishment is apt to the story. The story is based on a crime committed by the student and the punishment given by the teacher to him. The boy made the same mistake repeatedly, and that is the crime done by him. As the punishment, the teacher slapped on his cheek. But that punishment is also a crime because the boy is a little child. Without considering his age, the teacher punished him, but he also got the punishment from the boy. The boy always blackmailed him and forced him to do so many things. So all the incidents done by both of them are crimes and they are being punished too. So the title is very apt to the story. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ആ സെൻറ്റൻസിലും പറയുന്നത്. അടുത്ത A teacher is a mentor and has a great role in molding the personality of a child. Analyze the character of the teacher in the story Crime and Punishment by R.K. Narayanan. R.K. നാരായണൻ്റെ ഈ ഒരു സ്റ്റോറിയിൽ ടീച്ചറിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സോ ക്യാരക്ടർ സ്കെച്ച് പല ചാപ്റ്ററിലെയും പല വ്യക്തികളുടെയും ചോദിച്ച് കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി നോമിത, അജിത്, അതുപോലെ റോബർട്ട് ബാൽവിൻ, ഗ്രഷം, അങ്ങനെ പല പല ഒരു ചാപ്റ്റേഴ്സിനെയും ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസിലെ അസിസ്റ്റൻറ്റിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഇവിടെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിലെ ടീച്ചറിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ടീച്ചർ ഒരു വളരെ ഗുഡ് പേഴ്സൺ ആണ്. ഓൺലി റോങ് ആക്ഷൻ ഡൺ ചെയ്തതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മുഖത്ത് അറിയാതെ കൈകൊണ്ട് അടിച്ചു. ആൻഡ് ആ ബോയ് എന്ന് പറയുന്ന വളരെ വികൃതിയായ മിഷീവിയസ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സെയിം മിസ്റ്റേക്ക് അവൻ കോൺഷ്യസ് ആയിട്ടും ഡെലിബറേറ്റ് ആയിട്ടും മേക്കപ്പ് ചെയ്ത് ടീച്ചറിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ടീച്ചർ കൺട്രോൾ വിട്ട് അങ്ങനെ ആയിപ്പോയത്. വളരെ ഗ്രേറ്റ് പേഷ്യൻസും ടോളറൻസും സഹനവുമുള്ളൊരു ടീച്ചർ തന്നെയാണ്. എപ്പോഴും കുട്ടീനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ കുട്ടി ഒരിക്കലും റെഡിയാകില്ല. When the boy obstinately makes the same mistake, the teacher felt as if fingers were releasing the trigger. അപ്പോൾ പെട്ടെന്നാണ് ആ ദേഷ്യം വന്ന് അടിച്ചു പോയത്. ബട്ട് ഇറ്റ് ഈസ് എ ബിഗ് മിസ്റ്റേക്ക് ഫ്രം ദ പാർട്ട് ഓഫ് ടീച്ചർ. ടീച്ചറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ മിസ്റ്റേക്കാണ്. ആൻഡ് ഹി റിപ്പൻസ് ഓവർ ഇറ്റ്. സോ ഹി ഡസ് ഓൾ ദ തിങ്സ് ഡിമാൻഡഡ് ബൈ ദ സ്റ്റുഡൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റുഡൻറ്റ് ഡിമാൻഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും ടീച്ചർ ചെയ്തത്. ആക്ച്വലി ആ ടീച്ചറിന് കുട്ടീനെ നല്ല ഇഷ്ടമാണ്, പക്ഷെ ആ കുട്ടിയുടെ കുർത്തക്കേടാണ് പെട്ടെന്നുണ്ടായ ടീച്ചറിന് അത്രയും ദേഷ്യം വരാനുള്ള റീസൺ. പാരൻസിൻ്റെ ആ ഒരു റിയാക്ഷനെ പേടിച്ചാണ് ഇത്രയും കാര്യങ്ങൾ ആ ഒരു ടീച്ചർ ചെയ്തത്. അതുപോലെ തന്നെ ഹി നെവർ മേക്സ് എ കംപ്ലയിൻറ്റ് ടു ദ പാരൻസ് അബൌട്ട് ദ ബ്ലാക്ക് മെയിലിംഗ്. അതുപോലെ ഈ കുട്ടി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ചും പാരൻസിനോട് പറയത്തില്ല. അപ്പോൾ ആ ഒരു ടീച്ചറിൻ്റെ ക്യാരക്ടർ അവിടെ വെളിവാവുകയാണ്, കുട്ടിയോട് എത്രത്തോളം ലവും സിമ്പതിയും ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഒരു നല്ല ടീച്ചറാണ് അവർ. ഓക്കെ, അടുത്താണ് മറ്റേ ഡ്രഗ് അബ്യൂസ് എന്ന ചാപ്റ്റർ വരുന്നത്. ഡ്രഗ് അബ്യൂസ് എന്ന ചാപ്റ്ററിൽ നമുക്കറിയാം സെമിനാർ റിപ്പോർട്ട്, അതുപോലെ എസ്സേ, സ്പീച്ച്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഡ്രഗ് അബ്യൂസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് കാര്യങ്ങൾ ഇപ്പോൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ കഴിയുന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ മെയിനായിട്ട് വരുന്നതാണ്. സോ ഇവിടെ ഇമെയിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇമെയിൽ എഴുതുമ്പോൾ ഫ്രം ഇമെയിൽ anil@gmail.com ടു ഇമെയിൽ, അവിടെ ഡേറ്റ് ഇല്ല, editor@gmail.com, അത് കഴിഞ്ഞ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് സല്യൂട്ടേഷൻ. സോ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ യുവതലമുറ എന്ന് പറയുന്നത് വളരെയധികം ഇതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ആക്ഷൻ വേണം, അല്ലെ അത് റിലേറ്റഡ് ഒരു കാര്യം ബ്ലോഗ് വേണം എന്നും പറഞ്ഞാണ് എഡിറ്ററിന് എഴുതുന്നത്. സോ ഇറ്റ് ഈസ് വെരി അലാമിംഗ് ദാറ്റ് ദർ ആർ മെനി സ്ട്രേഞ്ച് ലുക്കിംഗ് യങ്സ്റ്റേഴ്സ് ഹു ആർ റോമിങ് അറൗണ്ട് അവർ സ്കൂൾ. ഞങ്ങളുടെ സ്കൂളിന് ചുറ്റും ഒരുപാട് സ്ട്രേഞ്ച് ലുക്കിംഗ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് കറങ്ങി നടക്കുന്നുണ്ട്. ആൻഡ് ദേ ലുക്ക് ഹൈലി ഇൻടോക്സിക്കേറ്റഡ്. അവരെല്ലാം ഭയങ്കര തന്നെ ഒരു, നമുക്കറിയാം ഈ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നവരുടെ കണ്ണൊക്കെ ചുമന്ന ഒരുമാതിരി ഇരിക്കുമല്ലേ. അപ്പോൾ ഹൈലി ഒരു ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് അവരെല്ലാം കാണപ്പെടുന്നുണ്ട്. അവരെല്ലാം എൻ്റെ ഫെലോ സ്റ്റുഡൻസ് അല്ലെ ഫെലോ ഫ്രണ്ട്സിനെല്ലാം അവരുമായിട്ടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കുന്നത് കാണാറുണ്ട്. ഇതിനു വേണ്ടിയെന്ന് വെച്ചാൽ സ്കൂൾ ചിൽഡ്രൻസിൻ്റെ ഇടയിൽ ആ ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. മെയ്ഡൻ ഡോസ് എന്ന് പറഞ്ഞ ദ വെരി ഫസ്റ്റ്
ആദ്യത്തെ ഡോസ് കൊടുക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആൻഡ് നമ്മുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും നമ്മൾ മേടിക്കുമെന്നതാണ്. സോ ദ നോ സ്റ്റുഡൻറ്റ് വിൽ ടേൺ അവേ ആൻ ഓഫർ ദാറ്റ് ഈസ് ടോട്ടലി ഫ്രീ. ബട്ട് വാട്ട് ദേ റിലക്റ്റൻ്റ്ലി ടേക്ക് ഓൺ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഈവൻച്വലി ബിക്കംസ് ഇറ്റ്സ് അഡിക്ഷൻ. ആദ്യം അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംഭവം അല്ലെങ്കിൽ അവർ കുറച്ച് റിലക്റ്റൻസോടെ മേടിക്കുന്ന സാധനം പിന്നെ ആക്ച്വലി അവർക്ക് ഒരു അഡിക്ഷനായി മാറുന്ന ഒരു പ്രക്രിയയാണ് കാണുന്നത്. ആൻഡ് ഐ ആം പെട്രപ്ഡ് ടു നോ ദാറ്റ് ദർ ആർ മോർ ഡസൻ അഡിക്റ്റ്. കുറേ ഡസനായിട്ടുള്ള അഡിക്റ്റ് തന്നെ ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഓക്കെ, ഐ അർജ് യു ടു ടേക്ക് അപ്പ് ദിസ് ഇഷ്യൂ ആൻഡ് പബ്ലിഷ് ഇറ്റ് ഇൻ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിൽ ഈ ഒരു ഇഷ്യൂ പബ്ലിഷ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇത് അതോറിറ്റീസ് വേണ്ടപ്പെട്ട അധികാരികളുടെ അറ്റൻഷൻ അട്രാക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ റിക്വയർ ചെയ്യാനും സഹായിക്കും. സോ ഇങ്ങനൊരു കാര്യം മേക്കപ്പ് ചെയ്യുക. താങ്ക്സ് റിഗാർഡ്സ് പേര് കൊടുക്കുന്നു. അടുത്ത പിന്നെയും ഡ്രഗ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡ്രഗ് അബ്യൂസ് ഇസ് എ മേജർ പ്രോബ്ലം ഫേസ്ഡ് ബൈ മെനി പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിലെ പല ആളുകളും ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പം അതിന് പലതരത്തിലുള്ള മെൻ്റൽ ഇമ്പാക്ട്സും ഉണ്ട്. ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് കുറേയധികം സെൻസറി ഡിപ്രിവേഷൻ സംഭവിക്കും. ആൻഡ് ഇത് അവരുടെ ഫിസിക്കൽ ഡിസ്കംഫേർട്ടിന് റീസൺ ആകും. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ചേഞ്ചസിനും കാരണമാകും. ഡിപ്രഷൻ ഉണ്ടാകും. ആൻഡ് ഹീ ഫെയിൽസ് ടു റെസ്പോണ്ട് ടു ഹിസ് എൻവയോൺമെൻറ്റ് ആൻഡ് ടു അതർ പീപ്പിൾ. മറ്റുള്ള വ്യക്തികളോടും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനോടും റെസ്പോണ്ട് ചെയ്യുന്നത് ഫെയിൽ ചെയ്യും. ആൻഡ് മെൻ്റൽ ഡിസ്റ്റർബൻസ് പാരനോയ്ക്ക് സമമായി ഇരിക്കും. അതുപോലെ തന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മറ്റുള്ളവരാണ് എന്നൊരു തോന്നൽ അവരിൽ തന്നെ ഉണ്ടാവും. ആൻഡ് ഹി കീപ്സ് ഹിംസെൽഫ് എവേ ഫ്രം അതേഴ്സ്. ഒരു സെൽഫ് ഐസൊലേഷൻ തുടങ്ങും. ആൻഡ് ഹി മെ ലോസ് ഹിസ് സെൻസ് ഓഫ് ബീയിങ് എലൈവ്. ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരാളുണ്ടോ എന്നുള്ള തോന്നലില്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്വന്തം ദേഹം തന്നെ പിച്ചിയിരിക്കും. ഡ്രഗ് അബ്യൂസ് ഹാസ് മെനി ഫിസിക്കൽ ഇമ്പാക്ട്സ് ഓൾസോ. അബ്സസസ് ഇൻ ദ ആംസ്, വെയിൻസ്, ലിവർ ഡിസീസ്, വെനറൽ ഡിസീസ്, അതുപോലെ വെയിന്, കിഡ്നി ഫെയിലിയർ, ബ്രെയിൻ ഡാമേജ്, ടിഷ്യൂ ഡാമേജ്, നോസ്, ലങ്സ് ഡിസീസ്, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇത് കാരണം ഉണ്ടാകും. മാൽ ന്യൂട്രീഷൻ, വെയിറ്റ് ലോസ്, ട്യൂബർക്കുലോസിസ്, റെസ്പിറേറ്ററി, കാർഡിയാക് ഫെയിലിയർ, ഡെത്ത്. എഫക്ട്സ് ഓഫ് യൂസിങ് ഇല്ലീഗൽ ഡ്രഗ്സ് ഷോർട്ട് ടേമും ഉണ്ട് ലോങ് ടേമും ഉണ്ട്. ഷോർട്ട് ടേം പറയുകയാണെങ്കിൽ നല്ല തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയൊക്കെ കൂടും. ലോങ് ടേം പറയുമ്പോൾ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അതുപോലെ തന്നെ സ്വന്തം ശരീരം തന്നെ മുറിവേൽപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. And it is high time that we put an end to this menace, and parents, teachers and NGOs can play a vital role in this. സോ ഇങ്ങനെയൊക്കെയാണ്. താങ്ക് യു, ജയ് ഹിന്ദ്. ഒരു സ്പീച്ചിൻ്റെ എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. പോസ്റ്റേർലി ഫോർ ക്രിസ്മസിനകത്ത് ഒരു ക്ലോക്ക് ആക്ച്വലി ഗിഫ്റ്റായിട്ട് കൊണ്ടുവരുന്ന ഒരു ഫോറിനറുടെ ഗിഫ്റ്റായിരുന്നു. ഒരു ഫാമർ വരും. ഫാമർ വന്നിട്ട് അതിനകത്തുനിന്ന് ടിക് ടിക് സൗണ്ട് കേൾക്കുമ്പോൾ ബോംബാന്ന് പറഞ്ഞ് പോലീസിനെ ഇൻഫോം ചെയ്യുന്നു. പോലീസ് അതുകൊണ്ട് ബക്കറ്റിലെ വെള്ളത്തിൽ ഇടുന്നു. ആ ബ്യൂട്ടിഫുൾ ക്ലോക്ക് അവിടെ നശിക്കുന്നു. അങ്ങനെ ആ ടൂറിസ്റ്റ് വന്ന് മെയിൻ ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു ഈ അസിസ്റ്റൻ്റിനെതിരെ. അങ്ങനെ അസിസ്റ്റൻ്റ് അവിടുന്ന് ആ ജോലി രാജിവെച്ചിട്ട് പറയുകയാണ് ഇതിലും ഭേദം ആനിമൽ ഡിസ്പെൻസറി പോകുന്നതാണ്. കാരണം ആനിമൽസ് ഒരിക്കലും ഇങ്ങനെ പെരുമാറത്തില്ല. കാരണം ചെയ്യാത്ത തെറ്റിനാണ് ഇത്രയും പ്രശ്നങ്ങളും എല്ലാം കേൾക്കുന്നത് ആ അസിസ്റ്റൻ്റ്. പിന്നെ ഇടയ്ക്ക് കുറേ കോമഡി ആയിട്ടുള്ള കുറേ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ചാപ്റ്റർ. ഇതിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ പോസ്റ്റേർലി ഫോർ ക്രിസ്മസ് എന്നതിൻ്റെ ആപ്റ്റ്നെസ് ചോദിക്കുന്നുണ്ട്. അതായത് ദ തീം ഓഫ് ദ പ്ലേസ് നീഡ് ടു ഹാവ് എ സൗണ്ട് സെൻസ് ഓഫ് ഹ്യൂമർ. കുറച്ച് ഒരു കോമഡി എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഫുള്ളൊരു സ്റ്റോറി പോകുന്നത്. ആൻഡ് ദി ഇൻസിഡൻസ് ഓഫ് ദ പ്ലേ റിവോൾവ്സ് അറൗണ്ട് എ പോസ്റ്റ് ഓഫീസ്. ഒരു പോസ്റ്റ് ഓഫീസിന് ചുറ്റുമാണ് ഈ ഇൻസിഡൻസും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ഡയലോഗും കാര്യങ്ങളും എല്ലാം ഭയങ്കര കോമഡിയാണ്. ഈ ഒരു പ്ലേയിൽ കുറേ ഹ്യൂമറസ് ഡയലോഗും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം ചുറ്റിപ്പറ്റി ഒരു ക്രിസ്മസിനെ ചുറ്റിപ്പറ്റിയാണ് ഇതെല്ലാം നടക്കുന്നത്. ഓക്കെ,
അതുകൊണ്ട് അവസാനം ക്രിസ്മസ് തന്നെയാണ് ക്ലൈമാക്സും വരുന്നത്. ക്യാരക്ടേഴ്സും എല്ലാം തന്നെ ഈ ഒരു ക്രിസ്മസ് ടൈമിലുള്ള ഗിഫ്റ്റ് അയക്കുന്നതും എല്ലാമാണ്. ഒരു ഡെഫ് ഓൾഡ് മാൻ വരുന്നതും ഓൾഡ് ജെൻറ്റിൽമാനും അസിസ്റ്റൻറ്റും തമ്മിലുള്ള സംഭാഷണം വളരെ കോമഡിയാണ്. കാരണം ഈ വയസ്സായ ആൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പം അസിസ്റ്റൻറ്റിനെ കുറ്റം പറയും, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല എന്ന് ചോദിച്ച്. അതൊരു കോമഡിയാണ്. അതുപോലെ തന്നെ ബർട്ടി എന്ന് പറയുന്നൊരു കുട്ടി, നോട്ടിയായിട്ടുള്ള കുട്ടിയും അവരുടെ അമ്മ മിസ്സസ് ഹൈഗിൻസും തമ്മിലുള്ള അതെല്ലാം കോമഡി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ക്രിസ്മസ് ഒരു ഈവിലാണ് നടക്കുന്നത്. സോ ടൈറ്റിലും അതുപോലെ തന്നെ സ്റ്റോറിയുടെ തീമും ആപ്നെസ്സും എല്ലാം വളരെ ചേർന്ന ഒരു തന്നെയാണ്. അടുത്തൊരെണ്ണമാണ് ദിസ് ഈസ് ഗോയിങ് ടു ഹാർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്നൊരു പോയം വരുന്നത്. അത് ആക്ച്വലി ഓഗ്ഡൻ നാഷാണ് എഴുതുന്നത്. അതിൻ്റെയും ചോദ്യം ഇതാണ്, ആപ്നെസ് ഓഫ് ദ ടൈറ്റിൽ എന്താണ്? അതുപോലെ വേറൊരെണ്ണം ഉണ്ട്. നമ്മൾ ആക്ച്വലി ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിരിക്കുന്ന സമയത്ത് ഡെൻറ്റിസ്റ്റ് പറയല്ലേ ഇത് വേദന എടുക്കുമെന്ന് ചോദിച്ചാൽ കുറച്ചൊരു വേദന എടുക്കും എന്ന് ഡെൻറ്റിസ്റ്റ് നമ്മളോട് പറയും അല്ലേ, എന്ത് കാര്യമായാലും. അപ്പോൾ ഡെൻറ്റിസ്റ്റിൻ്റെ ചെയറിൽ പോയിരിക്കുമ്പോഴാണ് നമ്മൾ ആക്ച്വലി ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടിരിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും നല്ല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് അപ്പീലിംഗ് സ്മൈലെല്ലാം കാണിച്ചിരിക്കും. പക്ഷേ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കഴിയുമ്പോൾ വായും തുറന്ന് ഏറ്റവും അഗ്ലി നമ്മുടെ ഫേസ് ആയിരിക്കും കാണുന്നത് അല്ലേ എന്നും പറഞ്ഞ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു വേഴ്സ്റ്റ് ഫീലിംഗ് ആണ് ഈ ഒരു എൻറ്റയർ പോയം പറയുന്നത്. ഓഗ്ഡൻ നാഷാണ് ഈ പോയം എഴുതിയത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആക്ച്വലി മിറർ ഡെൻ്റൽ പ്രോബ്ലംസിന് യൂസ് ചെയ്യുന്നത് പോയിറ്റിന് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അത് ഡേഞ്ചർ ആണെന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മിററിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് ആയിട്ടും കാണുന്നത്, റൈറ്റ് ലെഫ്റ്റുമായിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പം ഡോക്ടർ നോക്കുമ്പം ഡോക്ടറിന് കൺഫ്യൂഷൻ വന്ന് നമ്മുടെ ഇടത്തെ പല്ലിനാണ് പ്രശ്നമെങ്കിൽ ഇടത്തെ പല്ല് നോക്കിയിട്ട് ഇടത്തെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് വലത്തെ സൈഡിലെ പല്ലെടുത്താലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ പോയിറ്റിനുണ്ട്. ഓക്കെ, അതാണ് ഒരു പോയിറ്റിൻ്റെ പേടി എന്ന് പറയുന്നത്. ഈ ചോദ്യം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് ആപ്നെസ് ഓഫ് ദ ടൈറ്റിലാണ്. എക്സാജറേഷനാണ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. This poem is a humorous graphic description of the experience of the poet while sitting in a dentist chair. ഒരു ഡെൻറ്റിസ്റ്റ് ചെയറിൽ ഇരുന്ന സമയത്ത് പോയിറ്റിന് ഫീൽ ചെയ്ത ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ച് എക്സ്പീരിയൻസിനെയാണ് പറയുന്നത്. ദിസ് ഇസ് ഗോയിങ് ടു ഹാർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. അത് വെരി ആപ്റ്റാണ് ആ ടൈറ്റിൽ. കാരണം ഈ പോയിറ്റ് ഈ ഒരു എൻറ്റയർ പോയത്തിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഡെൻറ്റിസ്റ്റിൻ്റെ ചെയറിലിരിക്കുമ്പോൾ. ആൻഡ് ഹി സീസ് ദാറ്റ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ബോത്ത് ടോർച്ചറും വരുന്നതാണ് ഡെൻ്റൽ എന്ന് പറയുന്നത്. ആൻഡ് ഹാർട്ട് എന്ന വേർഡ് പെയിൻ എന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി സിനിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്മൈൽ ഓരോരുത്തരുടെയും ഒരു എക്സ്പീരിയൻസിൽ. ഇപ്പോൾ പല്ലിൻ്റെ കാര്യത്തിലാണെങ്കിൽ വേദന എടുക്കുമെന്ന് ചോദിച്ചാൽ പറയും കുറച്ചൊന്ന് വേദന എടുക്കും എന്ന് പറയും എല്ലാ ഡോക്ടർമാരും അല്ലേ. അപ്പോൾ ആ ഒരു സെയിം സെൻറ്റൻസ് ആണ് ദിസ് ഇസ് ഗോയിങ് ടു ഹാർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്നാണ് പറയുന്നത്. ആ ഒരു പോയത്തിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷനും ചോദിക്കുന്നുണ്ട്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും കാര്യങ്ങളും എല്ലാം ഈ ഒരു പോയത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ വാ എന്ന് പറയുന്ന ഒരു റോഡായിട്ട് കാണിക്കുന്നു. അതുപോലെ ഡെൻറ്റിസ്റ്റിനെ ബെയർ ആയിട്ട് വരെ കമ്പയർ ചെയ്യുന്നു. ആൻഡ് ഇഫ് യു വോണ്ട് ടു കീപ്പ് യുവർ ടീത്ത് ഇൻ എ ഗുഡ് കണ്ടീഷനിൽ വെക്കണമെങ്കിൽ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകാതിരിക്കുക എന്ന് വരെ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ഈ ഒരു ടൈറ്റിലിൻ്റെ ആപ്നെസ് എത്രത്തോളം ഉണ്ട് എന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരികയാണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരികയാണെങ്കിൽ മാർച്ച് 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്കറിയാം പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിനെ റിലേറ്റഡ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 2 പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇതേ സെയിം പാറ്റേൺ ആണ് ഇപ്പോൾ കഴിഞ്ഞ മോഡൽ പരീക്ഷ, ഫെബ്രുവരിയിൽ നടന്ന മോഡൽ പരീക്ഷ നോക്കുമ്പോഴും അറിയാം ഇതേ സെയിം ഒരു പാറ്റേൺ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. സെയിം 2 പാരഗ്രാഫ് മീൻസ് ഒരു പോയത്തിൻ്റെ ലൈനും അതുപോലെ തന്നെ ഒരു പാരഗ്രാഫും വന്നു. അതിന് റിലേറ്റഡ് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ആരാണ് പോയറ്റ്, ഏത് പോയമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ പോയത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ അതുപോലെ എറർ കറക്ഷൻ കാര്യങ്ങൾ വരും. നെക്സ്റ്റ് ചോദിക്കുന്നത്
ഹാസ് ഓർ ഹാവ് മേക്ക് ഓക്കെ. ഫിൽ ദ ബ്ലാങ്ക്സ് ഉണ്ട്, ചൂസ് ദ കറക്റ്റ് ആൻസർ കൂട്ടുണ്ട്. ഇർഫാൻ അലമിൻ്റെ ഒരു ചാപ്റ്ററിൽ നിന്ന് വരികയാണെങ്കിൽ അനൗൺസ്മെൻറ്റ്, പ്രിപ്പയർ മേക്ക് ആൻ അനൗൺസ്മെൻറ്റ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ റൈറ്റ് യുവർ ഒപ്പീനിയൻ ഇൻ 2 സെൻറ്റൻസ്. എന്താണ് കറപ്ഷന് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് മെയിൻ, അല്ലെങ്കിൽ കറപ്ഷൻ ഡിസ്കറേജ് ചെയ്യാനുള്ള മെയിൻ കാര്യം, ഇതിൻ്റെ ആൻസർ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റിപ്പോർട്ടർ സ്പീച്ച് ചോദിക്കുന്നുണ്ട്. നമ്മൾ അഡ്വൈസ് കൊടുക്കുക. സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ. അതുപോലെ ബ്ലർബ്, BLURB, ബ്ലർബ് ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും. ബ്ലർബിന് ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയുമോ? ആദ്യം ഒരു ഹെഡിങ് വേണം. ഹെഡിങ് കഴിഞ്ഞിട്ട് ഡേറ്റ് 12 ഏപ്രിൽ 2023 എന്ന് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ട് എഴുതുന്ന ആളുടെ പേര് അപ്പു എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് താഴോട്ട് എഴുതുക. ഇങ്ങനെയാണ് ബ്ലർബിൻ്റെ ആ ഒരു ഫോർമാറ്റ് വരുന്നത്. ഒരു സെൻറ്റൻസ് തന്നിട്ട് 4 പോയിൻറ്റ്സ് സപ്പോർട്ടിങ് ദ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നു. പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിക്കുന്നുണ്ട്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത. എലാബറേറ്റ് ദ ഐഡിയ ഇൻ ദ ഗിവൺ ലൈൻസ്. പ്രിപ്പയർ ആൻ ഇമെയിൽ. റൈറ്റ് എ ബ്ലോഗ് പ്രിപ്പയർ ചെയ്യുക. അതും ഹെഡിങ് വേണം. പ്രിപ്പയർ ദ ലെറ്റർ. പ്രിപ്പയർ എ റിപ്പോർട്ട് ഓഫ് സെമിനാർ. അതുപോലെ നറേറ്റ് ദ ഇൻസിഡൻറ്റ്. ലൈക്ലി കോൺവെർസേഷൻ. റോബർട്ട് ബാൽവിനും ഗ്രഷമും കണ്ടുപിട്ടുകയാണെങ്കിൽ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ 6 എക്സ്ചേഞ്ചുകൾ വേണം. അതായത് ഒരു ചോദ്യം ഒരു ആൻസർ 1, അടുത്ത ചോദ്യം ഒരു ആൻസർ 2, അങ്ങനെ 6 എണ്ണം വേണം. അതുപോലെ പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് ഉണ്ട്. 6 റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് പോസിബിൾ റെസ്പോൺസസ്. അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. വെൽക്കമിങ് ദ പാനലിസ്റ്റ്, അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ 3 ചോദ്യങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. 3 ചോദ്യം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഉണ്ട്, അപ്പുറത്തോട്ടൊരു ചോദ്യങ്ങളുണ്ട്. ഇതേ സെയിം ചോദ്യങ്ങളായിരുന്നു. സെയിം ചോദ്യം പറഞ്ഞാൽ ഇതേ സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്കും. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന ചാപ്റ്റർ ഉണ്ടായിരുന്നു ആ ചോദ്യം. അതുപോലെ ഇർഫാൻ അലമിൻ്റെ ഒരു ബയോഡേറ്റ റെസ്യൂം, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു അൺനോൺ പോയം, അതിൻ്റെ ഒരു അപ്രീസിയേഷൻ എഴുതുക. ഈ 3 ഏതെങ്കിലും 2 എഴുതിയാൽ മതി. സോ ഇതേ സെയിം തന്നെ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യ പേപ്പറും. ഇത് ഫെബ്രുവരി 24 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു പേജ് മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. ഇതിലും ചോദിച്ചിരിക്കുന്നത് പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് അനൗൺസ്മെൻറ്റ്. കാരണം നെക്സ്റ്റ് പേജ് എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പേജ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഈ സെയിം 2 പേജസ് തന്നെയാണ് നെക്സ്റ്റ് പേജ് എന്ന് വേണേൽ പറയാം. ഓക്കെ. ഫ്രെയിം എ കോൺവെർസേഷൻ ബിറ്റ്വീൻ നോമിദാസ് ആൻഡ് ഹർ സിസ്റ്റർ ഇൻ ലോ എബൌട്ട് അജിത്ത് ആഫ്റ്റർ ദ ഫൈറ്റ്. അതുപോലെ ആകാംക്ഷ സെൻറ്റർ ഷഹീൻ മിസ്ട്രിയുടെ ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്തത്. NSS ക്ലബ്ബ് ഒരു ഇമെയിൽ കൊടുക്കുക. ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് പ്രിപ്പയർ ദ റിവ്യൂ ഓഫ് എ ഫിലിം ഇൻഫ്ലുവൻസ് യു ദ മോസ്റ്റ്. അതാണ് ഏറ്റവും വെറൈറ്റി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം നമ്മൾ കണ്ടത്. ഓക്കെ, എല്ലാവരും ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ച് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതല്ലേ. ബീന കണ്ണനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അവസരം നമുക്ക് തന്നു. പിന്നെന്തോ വേണം? അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് അജിത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ചോദ്യങ്ങൾ. സോ ഇതാണ് ഒരു എൻറ്റയർ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. സോ ഇതേ സെയിം പാറ്റേൺ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും ഒരു ഇപ്പം നമ്മുടെ മോഡലിൽ റിവ്യൂ ചോദിച്ച കൂട്ട് ഒരു സസ്പെൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ വർഷമുള്ള പ്രത്യേകതയാണ് ഒരു സസ്പെൻസ് അതിൽ കാണും. ഓക്കെ, എന്താ വലിയ പ്രശ്നങ്ങളുള്ള സസ്പെൻസ് ഒന്നുമില്ല, നമുക്ക് എഴുതാൻ പറ്റുന്ന സസ്പെൻസ് തന്നെയാണ്. പക്ഷേ ഒരു സസ്പെൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ബാക്കിയെല്ലാം സെയിം രീതി തന്നെ ആയിരിക്കും എന്നത് നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നതുമാണ് ആക്ച്വലി എൻ്റെ സപ്പോർട്ട്. അപ്പം വീഡിയോ കണ്ട് മാത്രം പോകാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരുടെ അടുത്തും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താങ്ക് യു സോ മച്ച്. കമൻറ്റ്സ് ഇടുന്ന ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോസ്
ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് ഒരുപാട് താങ്ക് യു സോ മച്ച്.